ഹലോ ഗൈസ്, സുനൂസ് ഹെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സൺഡേ ആയിട്ട് അച്ചു പറയുന്നുണ്ട് എങ്ങോട്ടേലും പോയാലോ അമ്മ പോയാലോ അമ്മ. അപ്പം ഞങ്ങൾ കനോലി പ്ലോട്ട് വരെ ഒന്ന് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുവിന് വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടേ, എന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അച്ചു ഒറ്റയ്ക്കല്ലേ, അച്ചുവിന് ബോറടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി കനോലി പ്ലോട്ടിക്ക് പോയിട്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കനോലി കാണാൻ വന്നതാണ്. കുറേ കാലത്തിന് ശേഷമാണ് കനോലി കാണുന്നത്. ഞാനും അച്ചു മാത്രം കേട്ടോ, ഞങ്ങൾ ചില്ലൊക്കെ പോയി വിത്ത് മമ്മ. അതെ, ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണോണ്ടെന്നാ ചേച്ചിമാർ പറഞ്ഞു തൂക്കുപാലത്തുമ്മയ്ക്ക് പോകാൻ പറ്റില്ല, അവിടെ ഇല്ല, അപ്പം അവിടെ നടക്കാൻ പറ്റില്ല, ആ ഭാഗത്തേക്കേ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ചെറിയൊരു വിഷമമായെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാട് നടന്ന് കാണാമല്ലോ ചേച്ചി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിന്. പിന്നെ അച്ഛൻ കാടൊക്കെ നടന്നിങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല വീടിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കാടൊക്കെ കണ്ട് നല്ല സുഖമുള്ളൊരു സ്ഥലം. മുന്നേ അവൾ കുറേ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ അവൾ ചെറിയ കുട്ടിയായപ്പോൾ വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ അവൾക്ക് ശരിക്കും ഇവിടെ അറിയണില്ല. അവൾക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ആ ടൈമിനാണ് വന്നത്. അന്ന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കൂടെ. വലുതായിട്ട് പിന്നെ വന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ തീരെ വരാത്തത്. തേക്ക് മ്യൂസിയത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ തേക്ക് മ്യൂസിയം പിന്നെ കുറേ കണ്ട് കനോലി പ്ലോട്ടിക്കാണ് ഞങ്ങൾ അങ്ങനെ വരാത്തത്. അപ്പോൾ തൂക്കുപാലം കാണാത്തതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ കാടൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ. അച്ഛന് ബോറടിച്ചിരുന്നിട്ടേ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറഞ്ഞ് കുറേ ആയി ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ കനോലി പ്ലോട്ടിക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്നപ്പോൾ തന്നെ അവൾക്ക് സന്തോഷമാണ്. ഏതായാലും ഞങ്ങൾ അടിപൊളിയായി കണ്ടു. ഞങ്ങൾ നടന്ന് കുഴങ്ങിയിരിക്കുക കേട്ടോ കനോലി പ്ലോട്ട്. ചുട്ടിക്ക് സന്തോഷമായോ ചുട്ടി? ഒന്നും കാണാനല്ല, വെറുതെ സന്തോഷമായോ ചോദിക്കാണ്. കുറച്ച് കാടും കണ്ട് അങ്ങനെ നടന്നു. ഒരു രസമല്ലേ. അച്ചുട്ടി വലുതായിട്ട് കനോലി പ്ലോട്ടിക്ക് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ മോളും ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇനി നമുക്ക് പുഴ കാണാം. ചുട്ടി കുഴങ്ങിയോ? അച്ചു നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. അച്ചു പക്ഷേ സമ്മതിച്ചു തരില്ല. അവളാണല്ലോ പോരണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട്. പക്ഷെ അവൾ നല്ല ഹാപ്പി കേട്ടോ. അവള് എന്നും വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ, ആരും ഇല്ലാതെ. അവൾക്കൊന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൾക്കൊരു സന്തോഷമായിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഈ കാട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണ വെച്ചപ്പോൾ അവൾ പറഞ്ഞു ഇവിടുന്ന് വേണ്ട, പുറത്തുനിന്ന് ഒരു ഇളനീര് വാങ്ങിയാൽ മതിയെന്ന്. എനിക്ക് ഇളനീര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിലിങ്ങനെ നടന്നു. ഞങ്ങൾ പോരാൻ നേരത്താണ് ഇത് കൂടെ നടന്നത്. ഇവിടെ പേടിയാവും കേട്ടോ, ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ വേഗം പോകും. എന്നിട്ട് ഞങ്ങളൊരു ഇളനീരൊക്കെ വാങ്ങി, രണ്ടാളും ഓരോ ഇളനീര് വാങ്ങി കുടിച്ചു. അതിൻ്റെ ഉള്ളത്തെ കാമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അധികം മൂക്കാത്ത കാമ്പാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇളനീരൊക്കെ കുടിച്ച് ഞങ്ങളൊരു ബിരിയാണിയും കൂടെ വാങ്ങി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അമ്മ അത്താണീനെ വിളിച്ചത് അവിടേക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് അത്താണിക്ക് എങ്ങനെ പോകാമെന്നുള്ളത് ജിതേഷേട്ടനോടൊക്കെ വിളിച്ച് ചോദിച്ച് പോയി. ആ വഴി ഞങ്ങൾ പോയിട്ടുണ്ട് ഈ വഴി, പക്ഷേ ശരിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഒരു കുട്ടിയൊക്കെ അതിൽ വരുന്നുണ്ടായിരുന്നു. ആ കുട്ടീനോടൊക്കെ ചോദിച്ച് വഴി തെറ്റാതെക്കാൻ, ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ തെറ്റാതെക്കാൻ ചോദിച്ച് പോയി. അപ്പം ഞങ്ങളെ യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല, ഉള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല, മുള്ളാലേ വിരൽ